എന്തിനും ഏതിനും ഗർജനമായി നിൽക്കുന്ന ദിയാസനയെ നമുക്കെല്ലാവർക്കും അറിയാം. അതായത് ഗർജനം തന്നെയാണ്. എന്തിനും ഏതിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിട്ട് നിൽക്കുന്ന. അതെന്താ റസൂൽ പൂക്കുട്ടീൻ്റെ അടുക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എന്താ അതായത് മറന്നുപോയാ? അല്ല, അറിയാതുകൊണ്ട് ഇരിക്കുന്നതാണ്. ഇത്രയും കാലം നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടിയില്ല? നിങ്ങളുടെ പേരിൽ ഒരു അലിഗേഷൻ വന്നപ്പോഴാണോ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തോടെല്ലാം തുറന്നു പറയണം തോന്നിയത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് റസൂൽ പൂക്കുട്ടീനെ പൂട്ടാൻ കഴിഞ്ഞില്ല? അത് പറ. റസൂൽ പൂക്കുട്ടീനെ എന്താ നിങ്ങൾക്ക് എന്താ ഭയമാണോ? നിങ്ങളുടെയൊക്കെ ഫ്രണ്ടല്ലേ റസൂൽ പൂക്കുട്ടി? നിങ്ങൾക്ക് എന്താ ഭയമാണോ? നാലാളെ അറിയിച്ചുകൂടായിരുന്നു? ഇത്രയും വർഷമായിട്ട് ആ സ്ത്രീ അനുഭവിക്കുന്ന വേദന, അവരുടെ ഭാര്യ അനുഭവിക്കുന്ന വേദന, നിങ്ങളുടെ കൂട്ടുകാരിയല്ലേ അതിന് കാരണം? നിങ്ങളുടെ കൂട്ടുകാരി, അവരുടെ ഭാര്യ ഇത്രയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ കൂട്ടുകാരിയാണ്. എന്നിട്ട് അവരെന്തോ പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് പൊള്ളിയാ? അപ്പോഴും വന്നിട്ട് നിങ്ങൾ ഇത് പറയുന്ന നിങ്ങൾക്ക് എന്താ ഇതിന് മുന്നേ നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഇഷ്ടം പോലെ ഇതുണ്ടായിരുന്നല്ലോ, അതെന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല? പൂക്കുട്ടി അണ്ണൻ്റെ അടുക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എന്താ പേടിയാണോ? പേടി തന്നെയാണ്, നിങ്ങൾക്കും പേടി തന്നെയാണ്. ഏതായാലും ഒരു കാര്യം ചെയ്യാം, ദിയാസിന ഇപ്പം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കേട്ടിട്ട് വരാം. അതായത് അത്ര ഭയങ്കര ചങ്കൂറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നേ പ്രതികരിക്കണമായിരുന്നു. നിങ്ങൾ ഇതിന് മുന്നേ ഈ പെണ്ണിനെയും അതുപോലെ തന്നെ പൂക്കുറ്റി അണ്ണനെയും നിലക്ക് നിർത്തണമായിരുന്നു. നിലക്ക് നിർത്താൻ പറ്റുമല്ലോ, നിങ്ങൾക്കൊക്കെ പരിചയമുള്ളവരാണ്, അറിയുന്നതാണ്. വലിച്ചു കയറി ഒട്ടിക്കാമായിരുന്നു. അപ്പോഴും പൂക്കുറ്റിയേട്ടനെ പേടിയാ. ഇപ്പോഴും നിങ്ങളുടെ പേരിൽ ഒരു MDMA ഒരു അലിഗേഷൻ വന്നപ്പോൾ മാത്രം നിങ്ങൾ ഇത് തുറന്നു പറയാൻ നിൽക്കുന്നത് വളരെ മോശം തന്നെയാണ്. ദിയാസന എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെയല്ല. ദിയാസന എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ വിചാരിച്ചത് എല്ലാ സ്ഥലത്തും ഭയങ്കര പ്രതികരിക്കുന്നതാണെന്നാണ്. ഭയമുള്ള താടിയുള്ളപ്പനെ പേടിയുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. താടിയുള്ളപ്പനെ പേടിയുണ്ട്. ഇന്നിപ്പോൾ ദിയാസനയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് നമുക്ക് ഒന്നിച്ച് കാണാം. ഞാൻ കണ്ടില്ല, അത് നമുക്ക് ഒരുമിച്ച് കാണാം. അത് പ്രേക്ഷകരെയും കൂടി ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്, നമുക്ക് ഒരുമിച്ച് കാണാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കുറ്റങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവറ്റകളെല്ലാം കൂടിയിട്ട് തകർത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ജീവിതമാണ്. ആ സ്ത്രീയുടെ, അതായത് പൂക്കുറ്റി അണ്ണൻ്റെ ഭാര്യ ഉണ്ടല്ലോ, നിങ്ങൾ അവരൊക്കെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ആ പൂക്കുറ്റി അണ്ണൻ്റെ ഭാര്യേൻ്റെ അവസ്ഥ, മക്കളെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് എൻ്റെ ബാപ്പിയാന്ന് ഒന്നും ഉളുപ്പില്ലാണ്ട് ഒന്ന് പറയാം, എൻ്റെ ബാപ്പിയാന്ന്, സഹോദരനാണ്. പിന്നെ വേറൊരു കാര്യം, ഈ സജിന നൂറ് എന്ന് പറയുന്ന സഹോദരൻ്റെ, അതായത് ഇവൾക്ക് ഏതോ സഹോദരനും സഹോദരിയൊക്കെ ഉണ്ട് പോലും. ആ സഹോദരനോട് പറയാനുള്ളത്, എടാ ഇതുപോലെയൊരു പെങ്ങളുണ്ടായി, തീട്ടം തിന്നൂടെ എടാ നിനക്കൊക്കെ പോയിട്ട്. ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ദിയാസന പറയും, നമുക്ക് ഒരുമിച്ച് കേൾക്കാം. എന്നിട്ട് അതിനെപ്പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ. വെറ്റകളുടെയൊക്കെ ഇത് ആദ്യമൊന്നും കേൾക്കണ്ട നമുക്കേ. തീയതി മറുനാടൻ മലയാളി എന്ന ചാനലിൽ സജ്ന നൂറ് എനിക്കെതിരെ വളരെ വിവാദമായിട്ട് വലിയൊരു അലിഗേഷൻ, ഞാൻ MDMA ഉപയോഗിച്ചു, ഞാൻ MDMA കൊടുക്കാൻ പ്രേരിപ്പിച്ചു, കൊടുത്തു, ഡീലറാണ്, തിന്നാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അലിഗേഷൻ എനിക്കെതിരെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെതിരെ മാത്രമല്ല, ഞാൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻസുമായി അവരുടെ വീട്ടിൽ പോയി ചെയ്തു എന്നാണ് അവർ നടത്തിയിരിക്കുന്ന ആരോപണം. ഈ ആരോപണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു കാര്യേ, ഇത് ആരോപണം മാത്രമാണെങ്കിൽ നിയമ നടപടിയായിട്ട് പോണ്ടേ? ആദ്യം നിങ്ങൾ ഇത് പറഞ്ഞോ, ഇത് ഓപ്പണായിട്ട് പറഞ്ഞോ. ഇതൊരാരോപണം മാത്രമാണെങ്കിൽ എൻ്റെ പേരിൽ എന്തിനിങ്ങനെ പറഞ്ഞു? നിയമ നടപടിയുമായിട്ട് കോടതിയിലേക്കല്ലേ പോകേണ്ടത്? എല്ലാ കാര്യത്തിനും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറുന്നതാണല്ലോ. എല്ലാ കാര്യത്തിനും പോലീസ് സ്റ്റേഷനിൽ. ഇനി ഒന്നും വേണ്ട, നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിടാനുള്ള കരുത്തില്ലേ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നേരിടുന്നതല്ലേ? ഒരു 3-4 ആൾക്കാരില്ലേ, അവരെയും കൂട്ടി അങ്ങ് പോയിട്ട് നേരിട്ടൂടെ? ശരിക്ക് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതൊന്നും പറയാതെ ഇപ്പോഴും ഈ ഒരു ഇൻ്റർവ്യൂ ആയിട്ടാണ്. ഇൻ്റർവ്യൂ വന്നോ? ഇൻ്റർവ്യൂ നമുക്ക് നാട്ടുകാർ കേൾക്കാനുള്ളതാണ്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് ഇത് നുണയാണെങ്കിൽ, അതായത് ഈ സജ്ന ഫിറോസ് എന്ന് പറയുന്ന ആ സ്ത്രീ പറയുന്നത് നുണയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പോയില്ല കോടതിയിൽ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, ദിയാസനയോട് നമുക്ക് ദേശീയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവർ പ്രതികരിക്കേണ്ടത് ഈ ഒരു സമയത്തല്ല, ഇതിന് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. കേട്ടിട്ട് വരാം. ആരോപണത്തിൽ അവർ വായ കൊണ്ട് എന്തോ ഒരു വിഷയം വിളിച്ചു പറയുന്നു. അതിനെ മറുനാടൻ മലയാളി ഷാജൻസ്കറിയുടെ ചാനൽ അതിനൊരു തംബ്നെയിൽ ഇട്ടിട്ട് ഏകദേശം 2 മണിക്കൂറുള്ള ഒരു വീഡിയോ അവരവരുടെ ഭർത്താവായിട്ടുള്ള ഫിറോസ് ഖാനെ പറ്റി പറയുന്ന അലിഗേഷൻസ് ഒരുപാടുണ്ടായിരുന്നു. അതിനകത്തെ ഒരു പോയിന്റ് മാത്രം എടുത്ത് മറുനാടൻ മലയാളി എന്ന ചാനലിൽ എന്റെ
പേരെടുത്ത് വെച്ച് എന്റെ ഫോട്ടോ കൊടുത്തുകൊണ്ട് ദിയാസന MDMA കൊടുത്തു എന്ന് ഒരാള് വന്നിരുന്ന് പറഞ്ഞപ്പോ അതിന് തംബ്നെയിൽ ഇട്ടിട്ട് അത് ഇറക്കുകയുണ്ടായി. നമ്മൾ ആരും ഈ സജ്ജന നൂറിന്റെ വീട്ടിലോ അല്ലെങ്കിൽ സജ്ജന നൂറിന്റെ അവരെ താമസിക്കുന്നിടയ്ക്കൊന്നും നമ്മളാരും പോകാറില്ല. പോകുന്നത് ആരൊക്കെയാണ്, ബന്ധമുള്ളവർ ആരൊക്കെയാണ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ സാജനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ സാജനായാലും ആർക്കായാലും ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിപ്പോ യൂട്യൂബേഴ്സിന് മുഴുവൻ കിട്ടിയ ഒരു ചാകരിയല്ലേ ഇത്. ഇത് ദിയാസനയെ പോലെയുള്ള ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴേക്കും അത് സമൂഹത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയേണ്ടത് അങ്ങ് കത്തിപ്പടരുന്ന എല്ലാവർക്കും അറിയാം. കാരണം എന്താ വെച്ചാൽ അത്രത്തോളം ഹേറ്റേഴ്സ് ഇവർക്കുണ്ട്. ഇവരെല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിയൊന്ന് തൊണ്ടുണ്ട് എന്ന് പറയുന്ന പോലെ പ്രതികരിക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം വരാനുള്ള കാരണം? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സജ്ജന നൂറ് പറയുമ്പോൾ അതൊരു കോമഡി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ടിങ് ആയിട്ടോ അല്ലെങ്കിൽ അത് നടക്കാത്ത ഒരു സംഭവം ഇങ്ങനെ ഓർത്ത് പറയുന്നതായിട്ട് ഒന്നും തോന്നില്ല. എന്തോ ഇതിൻ്റെ അകത്തുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയുമ്പോഴും എന്തോ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് ഉരിൽ തിരിഞ്ഞ് വരുന്നുണ്ട്. അതൊക്കെ എന്തോ ആയിക്കോട്ടെ, അവരുടേതായ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവരുടെ പേര് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആ നിമിഷം തന്നെ പോയിട്ട് പ്രതികരിക്കേണ്ട എവിടെയാ? അവരെവിടെയാ പ്രതികരിക്കേണ്ടത്? ഇതിലും വലിയൊരു തെളിവ് വരുന്നെങ്കിൽ വേണ പോലീസിൽ ഈ സാധനം അങ്ങനെ അങ്ങ് കൊടുത്തിട്ട് എൻ്റെ പൊന്നു സാറ് എന്നെ പറ്റിയിട്ട് പറഞ്ഞാണിത്, എനിക്ക് ഇതിനെതിരെ കേസ് എടുക്കണം എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പോലീസുകാരനാണ് കേസ് എടുക്കാത്തത്? ഏത് കോടതിയാണ് കേസ് എടുക്കാത്തത്? ഇവർ എന്തുകൊണ്ട് ഇവർ പോകുന്നില്ല? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം അങ്ങനെ പോണ്ടേ? ഒരു പിന്നെന്താ പറയുക, മാനനഷ്ടമോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു കേസ് കൊടുക്കണ്ടേ? ബാക്കി ഇതിന്റെ പുറകില് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ, ഒരുപാട് ഓൺലൈൻ പോർട്സുകൾ ഒക്കെ എന്റെ പേര്, എന്റെ ഫോട്ടോയും അതുപോലെ സജനയും സജനയുടെ ഫോട്ടോയും ഒരുമിപ്പിച്ച് വെച്ചുകൊണ്ട് ദിയാസന സജനയ്ക്ക് MDMA കൊടുത്തു എന്ന രീതിയിൽ അടിച്ചിറക്കുകയുണ്ടായി. ഇതിനെതിരെ ഞാൻ കൃത്യമായിട്ടും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ അടുത്ത് ഞാൻ കോടതിയിൽ പോയി വക്കീലിനെ കണ്ടു. ഞാനൊരു ഡീഫമേഷൻ സ്യൂട്ടിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഡീഫമേഷൻ സ്യൂട്ട് ഫയലായി വരാൻ കുറച്ച് ദിവസം എടുക്കും, എല്ലാവർക്കും അറിയാം. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഈ വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് ഒരുമിച്ച് കാണാമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ഞാൻ ഇന്നലെ ദിയാസനയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഞാൻ അതിൻ്റെ അകത്ത് പിന്നെ എന്താ വിചാരിച്ചതും ഇത് തന്നെയാണ്. ഇവർ എന്തുകൊണ്ട് കേസിന് പോകുന്നില്ല? ഏതായാലും ഇവർ മ്യൂസിയം കേസ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്താ പറയേണ്ടത്, പിന്നെ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് വളരെ നല്ല കാര്യം, അതാണ് വേണ്ടത്. അതായത് എന്തെങ്കിലും ഒരു കാര്യം, ഒരു അലിഗേഷൻ ഇങ്ങനെ വരുമ്പോൾ തെളിവില്ലാത്തതാണെങ്കിൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് കേസ് കൊടുക്കാം. പിന്നെ തെളിയിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സജ്ജന നൂറും അതുപോലെ ദിയാ സനിയും ഇവരെല്ലാവരും കൂടിയിട്ടാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നാളെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഇതാ ദിയാസന എൻ്റെ കൂടെ കള്ളു കുടിച്ചിരുന്നു, ഇല്ല ദിയാസന എൻ്റെ കൂടെ ഇതുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൽ ബെൽട്ടൺ, ഇതിലൊക്കെയാണ്. കാരണം ഇങ്ങനെ ചെയ്യണം. അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് കേസ് കൊടുക്കണം. ഏതായാലും ഞാൻ പറഞ്ഞല്ലേ, ഇന്റർവ്യൂ നമുക്ക് ഒരുമിച്ചാണ് കേൾക്കുന്നത്. ഇനി അടുത്തത് കേട്ടെ. അതിന്റെ പ്രോസസ്സിലാണുള്ളത്. മ്യൂസിയം പോലീസിൽ കേസ് എടുത്തു, അത് സൈബറിലേക്ക് വിട്ടു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ക്രൈം കേസ് എടുക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഫണ്ട് അടച്ച് തന്നെ മാനനഷ്ടത്തിനുള്ള കേസ് ഞാൻ കോടതി മുഖാന്തരം പ്രൂവ് ചെയ്തിട്ടുണ്ട്. സജന സുഹൃത്തൊക്കെ ആയിരുന്നു എന്ന് പറയാൻ ഭയങ്കര ഡീപ്പായിട്ടുള്ള സുഹൃത്തൊന്നുമല്ല. സജന താമസിക്കുന്നത് എന്റെ ഫ്ലാറ്റിനടുത്താണ്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്. എന്റെ അടുത്ത് ഒരു വിഷയം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വിഷയത്തിൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും ശരിയാണെങ്കിൽ അവർക്കൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതായത് ഇവരൊരു സാമൂഹ്യ പ്രവർത്തകയാണ്. ഞാൻ അതുകൊണ്ടാണ് ആദ്യം ചോദിച്ചത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ ഇതൊരു പബ്ലിക്, അതായത് ഇത്രയും ഇത് പ്രശ്നമായി അവർ പോസ്റ്റ് ഇട്ടു, അവർ പറയുന്നത് എൻ്റെ പിന്നെ അക്കൗണ്ട് ഇത് ചെയ്താണ് സജ്ജന നൂറ് പറഞ്ഞു, അവർ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല? ആ ഒരു സമയത്തല്ലേ നിങ്ങൾ കൃത്യമായിട്ടെന്ന് പറയുന്നത് പ്രതികരിക്കേണ്ടത്. ആ സമയത്ത് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? ആ സമയത്ത് ഇപ്പോഴും നിങ്ങൾ പ്രതികരിച്ചു, ഓക്കെ. ആ സമയത്ത് നിങ്ങളാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ വരില്ലായിരുന്നു. എന്ത് കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും എന്നെ തെറ്റിദ്ധരിക്കരുത്. അവർക്ക് വേണ്ട നിയമപരമായിട്ടുള്ള അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനെ ഞാൻ കണക്കാക്കുന്നത് എന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളൊരു ഹ്യൂമൻ ബീങ് ആണ്. ഒരു ഹ്യൂമൻ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നുള്ള സഹജീവി സഹകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാവരുടെ കാര്യം എടുത്തിട്ടുള്ളത്. സജനേനെ പരിചയപ്പെടുമ്പോഴും
സജന ഫിറോസിക്കായുമായിട്ട് ഡിവോഴ്സ് ചെയ്തു എന്നാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫിറോസിക്ക ടോക്സിക് ആണ്, പ്രശ്നമാണ്, ഞാൻ മാനസികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്, എനിക്ക് അറിയില്ല, നീ ഫിറോസിക്കായെ അറിയുന്നതല്ലേ, നിനക്ക് 10-15 കൊല്ലമായിട്ട് അറിയാന്നുള്ളത് കൊണ്ട് നീ ചിലപ്പോ ഫിറോസിക്കൊപ്പമായിരിക്കും, പക്ഷെ പുള്ളി എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ് എന്റെ അടുത്ത് വന്ന് വിഷയങ്ങൾ പറയണത്. നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടി അവരുടെ ഇമോഷൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും, അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. നീ സമാധാനമായിട്ട് ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതുപോലെ ഞാൻ ഒരു പ്രാവശ്യം ഫിറോസ്ക്കായെ വിളിച്ചിട്ട് എന്താ ഫിറോസ്ക്ക പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫിറോസൊക്കെ ഒരിക്കൽ പോലും സജനേനെ പറ്റിയിട്ട് ഒന്നും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഇവരെന്തായാലും ഡിവോഴ്സ് ആയി, ഇനി വേറെ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സജനയ്ക്ക് റസൂൽ പൂക്കുറ്റിയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. റസൂൽ പൂക്കുറ്റിയാണ് സജനയുടെ കാമുകൻ എന്ന് സജന എന്നോട് പറയാണ്. എന്റെ അറിവിലെ സജന മോനെ മോനെ, ചക്കരെ ചക്കരെ, മുത്തേ മുത്തേ എന്ന് വിളിച്ച് നടക്കുന്ന ഒരു ഒരു ലേഡിയാണ്. സാധാരണ എല്ലാവരുടെ അടുത്തും വന്ന് ഭയങ്കര പാമ്പറിങ്ങിലൊക്കെ സംസാരിക്കുന്ന ഒരു ലേഡി ആയിട്ടാണ് ഞാൻ സജനേനെ കാണുന്നത്. എനിക്ക് ഏകദേശം ഒരു 1.5 വർഷമായിട്ട് സജനേനെ വളരെ ക്ലിയർ കട്ടായിട്ടും ഈ അടുത്ത് വന്ന് താമസിക്കാൻ ഇവിടെ വന്നിട്ടും 1.5 വർഷമായിട്ടേ ഉള്ളൂ. അങ്ങനെയാണ് അറിവ്. കാരണം ഈവനിങ്ങിലൊക്കെ തിരുവനന്തപുരത്ത് ഇറങ്ങുമ്പോൾ വേറെ ഫ്രണ്ട് സർക്കിളിലും പല സർക്കിളിലായിട്ട് സജനേനെ കണ്ടിട്ടുണ്ട്, അങ്ങനെ അറിയാം. അപ്പം സജനയും ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടിയായിട്ട് റിലേഷൻഷിപ്പ് ആയ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് സജന സൂയിസൈഡൽ അറ്റംപ്റ്റിന് ശ്രമിക്കുന്നു. ഇത് കാരണം റസൂൽ പൂക്കുറ്റി എന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു, എത്രയും പെട്ടെന്ന് ഒന്ന് ചെല്ലാവോ. നന്നായി, ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ റസൂൽ പൂക്കുറ്റിയുമായിട്ട് ഇത്രയും ബന്ധമുണ്ടെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും അയാളുടെ ഭാര്യയെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കൂട്ടുകാരിയെ പറഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളത് പബ്ലിക്കിൽ വിടുവല്ലേ വേണ്ടത്? ശരിക്ക് ഇത്രയും കാലം ആ സ്ത്രീ കരഞ്ഞ കണ്ണീര്, എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാണ്ട് ഈ സജ്ജന നൂറ് എന്ന് പറയുന്ന ഇന്നലെ പറയുകയാണ് അവരെല്ലാം സപ്പോർട്ടാണ് എനിക്ക് എന്ന്. ഭർത്താവിൻ്റെ അവിഹിതത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ ഭാര്യ. അവർ ശരിപ്പോഴും കണ്ണീര് കൊണ്ട് അവിടെ എന്താ പറയേണ്ടത്, അവരുടെ കണ്ണീര് കൊണ്ട് ഈ പൂക്കുറ്റി എന്ന് പറയുന്നവനുണ്ടല്ലോ, ശരിക്ക് അവനെയൊക്കെ നിങ്ങൾ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത്? ശരിക്ക് ഇതുപോലെയാണോ? ഇതുപോലെ ഒരു അലിഗേഷൻ വന്നപ്പോഴാണോ നിങ്ങൾക്ക് ഇത്രയും ഒരു ബോധം വന്നത്? ഇതിനു മുമ്പേ നിങ്ങൾ എന്തുകൊണ്ട് ഇതൊക്കെ തുറന്നു പറഞ്ഞില്ല? നിങ്ങൾ വലിയ സാമൂഹ്യ പ്രവർത്തകയാണ്, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. നിങ്ങൾ എന്തുകൊണ്ട് ആ സ്ത്രീയുടെ ഒരു മാനസിക അവസ്ഥ എന്തുകൊണ്ട് നിങ്ങൾ ഇതാക്കിയില്ല? ചോദ്യം തന്നെയാണ് ദിയാസനയോട്. ചീത്ത വിളിക്കാനൊന്നും വരണ്ട, കാര്യ പറയുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ MDMAയോ മറ്റേ ഇതടിച്ചോ ആയിട്ടോ ഒന്നും നമുക്കറിയില്ല. എല്ലാം നിങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞ അറിവ് മാത്രമേ നമുക്കുള്ളൂ. ആ സ്ത്രീ വന്ന് പറഞ്ഞതിന് നിങ്ങൾ കേസും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യത്തിൽ പോട്ടെ. പക്ഷെ എന്നെങ്കിലും നിങ്ങൾ ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും വേണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് നീതി കിട്ടിയിട്ടുണ്ടോ? ഇനിയിപ്പോൾ ആ സ്ത്രീക്ക് നീതി കിട്ടി. ഇപ്പോഴും പബ്ലിക്ക് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കുറ്റീൻ്റെ കൂടെയോ അല്ലെ സജ്ജനേൻ്റെ കൂടെയോ ഒന്നുമല്ല. സജ്ജനേൻ്റെ സീരിയൽ പോലും നമ്മൾ വക്കൽ നിർത്തി, അവളുടെ ഒരു പരിപാടിയും കാണത്തില്ല. ഇനി പൂക്കുറ്റീൻ്റെ സിനിമ പോലും കാണത്തില്ല. പൂക്കുറ്റി സിനിമ ഇല്ലാതെ ഇങ്ങനെ എന്താ പറയേണ്ടത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നല്ലോണം വെട്ടി പിഴിഞ്ഞവനാണ്. നമ്മുടെ നികുതി പണം കൊണ്ടാണ് നല്ലോണം വെട്ടി പിഴിഞ്ഞത് ഈ പൂക്കുറ്റി എന്ന് പറയുന്നവൻ. പക്ഷെ അന്ന് പൂക്കുറ്റി എന്ന് പറയുന്നവൻ ഈ സിനിമ തലപ്പത്തിരിക്കുമ്പോഴേ ഇവർക്ക് എല്ലാവർക്കും അയാളെ ഭയം തന്നെയാണ്. ഞാൻ ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അല്ലാന്ന് പിന്നെ ദിയാസ് എനിക്ക് പറയാൻ പറ്റുമോ? കാരണം എല്ലാവർക്കും നിങ്ങളൊക്കെ പിന്നെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതല്ലേ സിനിമേൻ്റെ ആ ഒരു മേഖല. എന്തുകൊണ്ട് ഇതുവരെ നിങ്ങൾക്ക് പുറത്തു പറയാൻ കഴിഞ്ഞില്ല? അന്നേ ഇവനെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് LDF സർക്കാരിനോട് പറയേണ്ടതല്ലേ? സർക്കാരിനോടനെ നിങ്ങൾക്ക് ശുപാർശ ചെയ്തുകൂടെ? ഇവൻ ശരിയല്ല ആള്, ഇവൻ ഇങ്ങനെയുള്ളവനാണെന്ന് നിങ്ങൾക്ക് സർക്കാരിനോടനെ ശുപാർശ ചെയ്യേണ്ട ഒരു കഴിവില്ലേ? ഒന്ന് സജനേനെ ഹെൽപ്പ് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ ചെല്ലുമ്പോൾ അവള് സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിക്കുന്നുണ്ടാവും. അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അവൾക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അവളെയും കൊണ്ട് ശ്രീകാര്യത്ത് നമ്മുടെ കിരൺ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിന് അവളെ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് എന്നിട്ട് അവള് വന്ന് പറയും പിറ്റേ ദിവസം, എടി ഞാൻ വെറുതെ ഇക്കായെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാ കേട്ടോ ഇതൊക്കെ, എനിക്ക് വേറെ പ്രശ്നമൊന്നും. ഇക്കായെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും വേണ്ടിയില്ല. അപ്പോഴും ഈ പിന്നെ എന്താ പറയുക സാമൂഹ്യ പ്രവർത്തകയായ ദിയാസന അപ്പോഴും ആ ഒരു സംഭവത്തിന് എന്താ കൂട്ടു നിൽക്കുക എന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് ഇവരുടെ ഇങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം അറിഞ്ഞിട്ടും എന്തിനു വേണ്ടിയിട്ടാണ്, അവരെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ താങ്ങിയത്? നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തിത്വമുണ്ട്, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ പേരുണ്ട്. എന്നാലേ ഞാൻ വരച്ച വരയിൽ നിക്കോളെന്നൊക്കെ പറയുമ്പോ ഞാൻ പറയും നീ എന്തോ ഇങ്ങനെയൊക്കെ ആവുന്ന, ടോക്സിക് ആവുന്ന, എന്തിനാ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ്
നൈസായിട്ട് ആ വിഷയങ്ങളെ എടുത്തിട്ട് സിമ്പിൾ ആയിട്ട് അങ്ങ് വിട്ട് കളയുമായിരുന്നു. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ചക്കരെ മുത്തേ ഇക്കു മുത്തേ തേനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണ കാണുമ്പം നമ്മൾ ഇത്തരം പ്രൈവസിയിൽ ഇടപെടണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിട്ട് കളയുന്നതാ. ഞാൻ സജനയുടെ വീട്ടിൽ പോകുന്നത് സ്കൂൾ പൂക്കുറ്റി വിളിച്ചിട്ട് അവൾക്ക് പ്രശ്നമുണ്ട്, അവളുടെ അടുത്തേക്ക് പോണം, അവളെ ഒന്ന് പോയി കാണണം, അവള് ബുദ്ധിമുട്ടിലാണ്, അവള് സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ അവരുടെ വീട്ടിൽ പോകുന്നത്. അല്ലാത്ത ഒരു സമയങ്ങളിലും ഞാൻ അവരെ വീട്ടിൽ പോയിട്ടില്ല, അവരെ കണ്ടിട്ടില്ല. ഇത്രയും സാധനം പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ട് ആളുകൾ ചോദിച്ചു, കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചു, മറുനാടൻ മലയാളിയെയും റസൂൽ പൂക്കുട്ടിയൊന്നും അല്ലല്ലോ ഇവിടെ വിഷയം, നിങ്ങളെ MDMA കേസല്ലേ വിഷയം, നിങ്ങൾ അത് തുറന്നു പറയൂ, മനസാക്ഷിയോട് ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സുകൾ എനിക്ക് വന്നു. അതിനെതിരെ ഞാൻ പറയണമല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്നെ വിമർശിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് എനിക്കത് പറയണമല്ലോ. അങ്ങനെയാണ് ഞാൻ അവരെ വീട്ടിൽ പോയിട്ടുള്ളത്. ഇന്ന് വരെ എനിക്ക് എന്റെ അറിവിലോ അവരുടെ വീട്ടിലോ ഞാൻ ഇതുവരെയ്ക്കും അത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടില്ല. സജന അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തുമില്ല. ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ പോയിട്ടുള്ളതൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും അവരെ വിളിച്ചിട്ട് ഒരു റെക്കോർഡ്സ് എങ്കിലും ഞാൻ അവരെ വിളിച്ചിട്ട് നിന്റെ വീട്ടിൽ കയറി വരട്ടേടി, ഞാൻ അങ്ങോട്ട് വന്നിരുന്നോട്ടെ, ഞങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഒരുമിച്ചിരുന്നോട്ടെ എന്നുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ഈ നിമിഷം വരെ സജനയുടെ അടുത്ത് അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അതിനുള്ള റെക്കോർഡ്സ് എന്തെങ്കിലും പോട്ടെ. അല്ല, നമ്മളത് വിശ്വസിക്കുന്നില്ല. പക്ഷെ അവര് വന്ന് പറയുന്നതാണ്, വന്നിരുന്നു, AC റൂം എവിടെ ചോദിച്ചിരുന്നു, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ, അതായത് ബിഗ് ബോസിലൊന്നും ചേരാത്ത ഒരാളും ഉണ്ടായിരുന്നു എന്നൊക്കെ അവര് പറയുന്നതാണ്. നമ്മൾ വിശ്വസിക്കുന്നേ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ വിശ്വസിക്കുന്നില്ല, ഒരിക്കലും വിശ്വസിക്കുന്നില്ല. തെളിയിക്കേണ്ടതൊക്കെ നിങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ പൂക്കുറ്റി വിളിച്ചു പറയുമ്പോൾ എന്തിനാണ് സഹോദരി അവിടെ പോയത്? അതായത് ഈ പൂക്കുറ്റി ഇതുപോലെ വിളിച്ചു പറയുമ്പോഴും നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇതുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ, എടാ പൂക്കുറ്റി, എടാ നിന്റെ ഭാര്യയെ പോയി നോക്കടാ ആദ്യം, ഇവളുടെ കാര്യം വിട്ടിട്ട് എന്നല്ലേ പറയേണ്ടത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ മുന്നിൽ എത്തിച്ചിട്ട് അവൻ ഇത്രയും നാൾ അനുഭവിച്ചത് നികുതിപ്പണമാണ്. ഈ ഒരു ആഭാസൻ അനുഭവിച്ചത് നമ്മളെ നികുതിപ്പണമാണ്. അതല്ലേ ഇല്ലാതാക്കേണ്ടത്. സജന പറഞ്ഞല്ലോ ഇതിനകത്ത് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസുമായിട്ടാണ് വന്നേന്ന്. ഏത് കണ്ടസ്റ്റൻസുകൾ? അവരുടെ പേര് പറയും, എന്നിട്ട് ആ കണ്ടസ്റ്റൻസിനോട് ചോദിക്കൂ ഏത് കണ്ടസ്റ്റൻസ്. എന്റെ അറിവിൽ ബിഗ് ബോസിന്റെ ആളുകൾ ആരും സജനയുടെ വീട്ടിൽ വന്നിട്ടില്ല. സജനയുടെ വീട്ടിൽ പോയിട്ടുള്ളത് ഞാനും എന്റെ ഒരു മോൻ പയ്യനുണ്ട്, അവന് മാത്രമാണ്, അതുല്, അവന് മാത്രമാണ് അവിടെ പോയിട്ടുള്ളത്. സജന തെളിയിക്കേണ്ടത് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആരാണെന്നും അവരോട് ചോദിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ദിയാസന ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അതിൽ ചലഞ്ച് ചെയ്യാണ് സജനയുടെ അടുത്ത്. അങ്ങനെ ഒരു കാര്യം ഇല്ല. ഒരു സുപ്രഭാതത്തിൽ വന്ന് ഒരു ഓൺലൈൻ ചാനലിൽ വന്നിരുന്നിട്ട്, മറുനാടൻ മലയാളി പോലുള്ള ചാനലിൽ, പ്രത്യേകിച്ച് എനിക്ക് അഗെയിൻസ്റ്റ് നിൽക്കുന്ന ഒരു ചാനലിൽ വന്നിരുന്ന് ദിയാസനെ MDMA ഉപയോഗിച്ചു, അതിനങ്ങ് തമ്മിലാക്കുന്നു, അതിന് അടിച്ചിറക്കുന്നു. എനിക്ക് കുടുംബമുണ്ട്, മകനുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ആൾക്കാരുണ്ട്, ഇതെന്ത് വെള്ളരിക്കാ പട്ടണമാണോ? ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. ഞാനിപ്പം എന്റെ ടെസ്റ്റ് എടുത്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ പോയി കള്ള ടെസ്റ്റ് എടുത്തോണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ. ഞാൻ ചലഞ്ച് ചെയ്ത് പറയാണ്, അവൾ അവിടെ ഇരുന്ന് പറഞ്ഞല്ലോ, അവളെ ടെസ്റ്റ് ചെയ്യ്. ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ എല്ലാവരും, അതായത് എനിക്ക് ശരിക്കും അതിശയമാണ് തോന്നുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെയാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ളൊരു പ്രശ്നങ്ങൾ മുഴുവൻ വന്നത്. അതായത് ഈ മയക്കുമരുന്ന് മുഴുവൻ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തന്നെയാണ്. അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇമാതിരി തോന്നിയവാസങ്ങളൊന്നും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലായിരുന്നു. ഈ 10 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗന്ധ എല്ലാവരും കൂടിയിട്ട് അങ്ങ് നല്ല രീതിയിൽ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പൊ ടെസ്റ്റ് ഇതെടുക്കുക എന്ന് പറയുന്നവര് ഇവിടെ നാട്ടുകാരെ മുഴുവൻ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. കാരണം എന്താ അറിയാ, എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഒരു 2 കൊല്ലം മുമ്പ് ചിന്തിച്ചത് അരിയിലൂടെയും കാര്യം വരുന്നുണ്ടോന്നാണ്. അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴുകണമെങ്കിൽ അതാണ്. ഏതായാലും ബാക്കിയും കൂടി കേൾക്കാം. എന്നെ ക്യാരിയറാക്കി ഒന്ന് ആലോചിച്ച് നോക്കണം. ഡ്രഗ്സിനെതിരെ സംസാരിക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് ആണ് ഞാൻ. ഇത് വെള്ളരിക്ക പട്ടണമല്ല, ഡ്രഗ്സിനെതിരെ സംസാരിക്കാണ്. ഇന്നും ഡ്രഗ്സിനെതിരെ സംസാരിച്ചോണ്ട് എവിടെ വേണമെങ്കിലും എന്ത് ചലഞ്ചിന്റെ ഭാഗമായി മാറാൻ ഞാൻ തയ്യാറാണ്. മാനസിക രോഗം പിടിച്ചിട്ട്, പ്രാന്ത് പിടിച്ചിട്ട്, കുറെ റിലേഷൻഷിപ്പും കുറെ ആണുങ്ങളുമായിട്ട് കുറെ ബന്ധങ്ങളും ഉണ്ടാക്കി, എല്ലാ ആളുകളെയും ഫ്രോഡാക്കി, എല്ലാ ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച്, ആളുകളുടെ തട്ടിപ്പ് നടത്തി, വെട്ടിപ്പ് നടത്തി, സമൂഹത്തിന് നാണക്കേട് ഉണ്ടാക്കി, കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കി, കുട്ടികളുടെ ഭാവിയെ കളഞ്ഞ്, സ്വന്തം ഭർത്താവിന് കൊച്ചിനെ പോലും കൊടുക്കാൻ നടക്കുന്ന ഇത്രയും വലിയൊരു ഫ്രോഡാണ് ഈ സ്ത്രീ എന്നുള്ളത് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനാണ് അറിഞ്ഞിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്.
അതായത് നമ്മൾ കുറച്ച് നാൾ മുമ്പേ അറിഞ്ഞിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ മുമ്പേ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിയാത്തത് എന്തുകൊണ്ടറിയാം? നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടാണ്, നിങ്ങൾക്ക് പൂക്കുട്ടിയോടുള്ള ആ ഒരു ബഹുമാനം കൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പൂക്കുറ്റി അന്ന് ഇരിക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു ബഹുമാനം, ആ ഒരു ഇതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും മിണ്ടാതിരുന്നത്. നിങ്ങൾ ഇപ്പോഴും മിണ്ടത്തില്ലായിരുന്നു. ഇപ്പോഴും നിങ്ങളുടെ പേര് ആ ഒരു ഇന്റർവ്യൂവിൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇടപെട്ടത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഇടപെടത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ചതിച്ചിരിക്കുന്നത് ആ ഒരു പാവ സ്ത്രീയാണ്. അറിയാം ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു എന്താ റസൂലിന്റെ ഭാര്യനാ. ഞാൻ ആ ഹോസ്പിറ്റലിൽ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയത് വന്നിരുന്ന് മനുഷ്യനെ വൃത്തികെട്ട രീതിയിൽ ഇനി ഇല്ലാത്ത അലിഗേഷൻസ് മുഴുവനും പറഞ്ഞ് ഒരു എന്താ പറയാ ഒരു തമ്മനയിൽ ഇട്ടിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ അങ്ങ് അടിച്ചിറക്കുമ്പോഴത്തേക്കും ആളങ്ങ് അതായി. ഞാനിരുന്ന് പൊതുസമൂഹത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിലൊക്കെയും ഓരോരുത്തരും ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ വിമർശിക്കുന്ന സ്ത്രീയാണ്, ഞാൻ അഭിപ്രായം പറയുന്ന സ്ത്രീയാണ്. RSSകാർ എന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ പലപ്പോഴായിട്ട് ഞാൻ BJPക്ക് എതിരെ സംസാരിക്കും. എനിക്ക് ശത്രുക്കളുണ്ട്. പുരോഗമന പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച് തെരുവിലിറങ്ങി തല്ലും മടിയും ഒക്കെ കൊണ്ട് തെറിവിളിയും ഒക്കെ കേട്ട് ഈ സമൂഹത്തിന്റെ മുമ്പിലിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സ്ത്രീ വന്ന് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ആ ദിയാസനെ കൊട്ടാൻ ഒരു സാധനം കിട്ടി, ആ ദിയാസന MDMA അല്ലെങ്കിൽ ദിയാസന മറ്റേ കൂട്ടിക്കൊടുപ്പ് വരുത്തി, ദിയാസന മറ്റേ അങ്ങനത്തെ അവള് കുട്ടിയെ കൊടുപ്പ് വരുത്തി, അങ്ങനത്തെ അവളെന്ന് പറഞ്ഞ് നിങ്ങൾ അടിച്ചിറക്കുമ്പോ ഞാൻ ഇവിടെ ബോൾഡായ ഒരു സ്ത്രീ ആയതുകൊണ്ടിട്ടാണ് എനിക്ക് നിങ്ങളടുത്ത് സംസാരിക്കാനെങ്കിലും പറ്റുന്നത്. അതേസമയം പൊതുസമൂഹത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ സമയം ആത്മഹത്യ ചെയ്തിരിക്കും. കാരണം അത്രയും വലിയ അലിഗേഷൻസ് ആണ് ഈ കൊണ്ടുവന്ന് എത്തിച്ചേച്ചിരിക്കുന്നത്. നിങ്ങൾ ഇമോഷൻ ആകരുത്, ഒരിക്കലും നിങ്ങൾ ഇമോഷൻ ആകരുത്. കാരണം നിങ്ങൾ ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സജ്ന ഫിറോസിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇമോഷൻ വരുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സങ്കടം വരുന്നത്? ഇതല്ലല്ലോ നിങ്ങൾ സാധാരണ ചെയ്യുന്നത്. ഇതാണോ? എന്തുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരി ആയതുകൊണ്ടാണോ നിങ്ങൾ ഇത്ര സോഫ്റ്റായി പോകുന്നത്? പിന്നെ നിങ്ങൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ RSSകാർ മറ്റേവർ ഏതവനായി കഴിഞ്ഞാലും ശരി തൂഫാനിൽ പൊക്കും, അത് ഉറപ്പാണ്. ഒരു പരിപാടിയും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ പിന്നെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈ എന്താ പറയേണ്ടത്, നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയും പേടിക്കാനില്ല. നിങ്ങൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവളോട് ചോദിക്കാം. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കേണ്ട റൈറ്റ്സ് ഉണ്ട്, മനസ്സിലാക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ ഒരു പ്രശ്നം വന്നോട് കൂടിയിട്ട് നിങ്ങളുടെ ആവേശങ്ങളെല്ലാം ചോർന്നു പോയ പോലെ, നിങ്ങളുടെ ആത്മവിശ്വാസങ്ങൾ ചോർന്നു പോയതുപോലെ, അതായത് ആരൊക്കെയോ എന്തൊക്കെയോ എന്നെ തെറ്റിദ്ധരിക്കുമോ എന്നുള്ളൊരു ഭയം നിങ്ങൾക്ക് വന്നതുപോലെ നിങ്ങളുടെ കണ്ണിലൊരു ഭയം കാണുന്നുണ്ട്. ആ ഭയം എന്താണ് ആ ഭയത്തിനുള്ള കാരണം? അതാണ്. നിങ്ങളല്ലാതെ നിങ്ങൾ ഈ സ്ത്രീ പറയുന്നത് മുഴുവൻ ശരിയാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സമൂഹത്തിൽ ഇത് മുന്നേ അറിയിച്ചില്ല. പൂക്കുറ്റി പറയുമ്പോൾ ഇവളെ സമാധാനിപ്പിക്കാൻ പോകുമ്പം അവിടെ പൂക്കുറ്റിയുടെ ഭാര്യയുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, ആ മക്കളുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല. അന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ സ്വഭാവം വെച്ച് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് ആരെയും പേടിയില്ല. മടിയിൽ കനമുള്ളവനല്ലേ പേടിക്കേണ്ടതുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളെയൊക്കെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് നമുക്കെതിരെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാത്തത്? നമ്മൾ എന്ത് പ്രശ്നം കാണിക്കുന്നുണ്ടോ അത് സമൂഹത്തിന് മുമ്പിൽ കാണുന്നുണ്ട്. അതൊരു സോഷ്യൽ കോസ് ആയിരിക്കും. അത് എന്നും പ്രതികരിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഒരുപാട് ആളുകൾ ചെയ്യുന്ന അലിഗേഷനെതിരെ ഇഷ്ടം പോലെ പ്രതികരിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കേസ് ഉണ്ടായിട്ടുണ്ട്. ആ കേസ് എന്താ നിങ്ങൾക്കറിയാം? സോഷ്യൽ മീഡിയ വഴി സമൂഹത്തിലെ സ്ത്രീകളെ അപമാനിച്ച ഒരാളെ കയറി അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ ഒരു കേസ് ഇന്നും അത് കോടതിയിൽ നടക്കുന്നുണ്ട്. എനിക്ക് ഒരു അഭിമാനക്കുറവുമില്ല. അത് ചെയ്തത് സമൂഹത്തിലെ സ്ത്രീകളെ അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരുത്തനെയാണ്. പക്ഷെ ഇന്നും തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഒരു സ്ത്രീ കാരണം. സജിന ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആരാണെന്ന് പറയണം. 1. 2, എപ്പ സജിനയുടെ വീട്ടിൽ വന്നെന്ന് പറയണം. സജിന സായിയോട് പറഞ്ഞു അത്രേ, സജിനയുടെ വീട്ടിൽ വന്നതിന്റെ റെക്കോർഡ് ഉണ്ടെന്ന്, വീഡിയോ ഉണ്ടെന്ന്. സജിന അത് പബ്ലിഷ് ചെയ്യണം. ഞാൻ സജിനയെ വെല്ലുവിളിക്കുകയാണ്. സജിനയുടെ അടുത്ത് ഞാൻ MDMA ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ എന്റെ ബേസിസിൽ ആരെങ്കിലും ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ സജിന പ്രൂവ് ചെയ്യണം. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഞാൻ ജനങ്ങളോട് ചലഞ്ച് ചെയ്യാണ്. ഇനി ഞാൻ വന്ന് സജിന ജനങ്ങളോട് ഒരു ചലഞ്ചും ചെയ്യണ്ട. നമ്മളിത് കാണലാണ്. അതായത് നിങ്ങൾ
ആയി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പലതും വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എവിടെ നിന്നെല്ലാം എന്തൊക്കെ വിളിച്ചു പറയുന്ന ആർക്കും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല പുതിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. തൂക്കും എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും തൂക്കും. ഇതിപ്പോഴും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ എന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല. അതല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് രഹസ്യ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോഴും പറയാനൊന്നും പറ്റൂല. ഞാൻ പറഞ്ഞില്ല, എല്ലാവരെയും ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുക, എല്ലാം ചെയ്യുമായിരിക്കും ചെയ്യുക. അതാണ് ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മളാരും ഉണ്ടാക്കുന്നൊന്നല്ലല്ലോ. ഇപ്പൊ വെറുതെ പോയ ഒരുത്തനോട് പറയാ ഓ, ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ള എന്താണ് നിങ്ങളെ ലൈഫ്, നിങ്ങളെ ഫ്രണ്ട്സ്, ബന്ധുക്കള്, കാര്യങ്ങള്, ഇതൊക്കെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക, മാധ്യമ ജഡ്ജിയാണോ സായി അറിയില്ല. പറഞ്ഞപ്പോ തിരിച്ച് ചലഞ്ച് ചെയ്യുന്നതല്ലല്ലോ ഞാൻ ചെയ്യേണ്ട കാര്യം. ഞാൻ നിങ്ങളടുത്ത് ചലഞ്ച് ചെയ്യാണ്. എന്റെ ജീവിതം എന്നോട് ചോദ്യചിഹ്നമാക്കിയത് ഞാനൊരു MDMA ഉപയോഗിക്കുന്ന ആളാണോ ഡീലറാണോ എന്ന രീതിയിലാണ്. അതും ഒരു മാനസിക നില തെറ്റി ഭ്രാന്ത് പിടിച്ച് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലോ ഒരു സ്ത്രീ വന്ന് എന്തൊക്കെയോ വിളിച്ചു കൂവിയപ്പോ എനിക്കിപ്പോ അത് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അവര് മാനസിക രോഗികളെ പോലെയാണ് അവരുടെ പെരുമാറ്റം. ഇടയ്ക്ക് ചിരിക്കും, അവരെന്തൊക്കെയോ പറയും, എന്തൊക്കെയോ വീട്ടിത്തരങ്ങൾ പറയുന്നു. അവരുടെ ഇന്റർവ്യൂസുകളോ എല്ലാം ഞാൻ കണ്ടു. നിങ്ങളെ മുമ്പിൽ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുന്നത്, ഞാൻ എന്റെ മുടിയോ മലമോ മൂത്രമോ ഒക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന റിപ്പോർട്ടാന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇരുന്നോണ്ട് പറയും എന്താണെന്നറിയോ, ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയും. കാരണം ഞാൻ സമൂഹത്തിൽ പ്രതികരിക്കുന്ന പെണ്ണാണ്, ഞാൻ കുറച്ച് അഹങ്കാരിയാണ്, ഞാൻ കുറച്ച് തന്റേടിയാണ്. അപ്പം നിങ്ങൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ കൊണ്ടുവരുന്നതൊക്കെ ഫേക്കാന്ന് പറയും. ദിയാസന അഹങ്കാരിയാണ്, തന്റേടിയാണ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കുപ്പേരിയായിട്ട് മറുപടി കൊടുക്കുന്നവരാണ്. യാതൊരു ഇതുമില്ല. പക്ഷേ ദിയാസന ഈ ഒരൊറ്റ പ്രശ്നം വന്നപ്പോഴേ തകർന്ന് തരിപ്പണായി എന്നേ ഞാൻ പറയുള്ളൂ. അതായത് ദിയാസന തകർന്നുപോയി ശരിക്ക്. ഈ ഒരു കൊടുങ്കാറ്റിന്റെ മുമ്പിൽ ദിയാസനക്ക് എന്തുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല? ദിയാസനക്ക് ഒരു മടിയിൽ ഒരു കനവും ഇല്ലെങ്കിൽ പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ആ സ്ത്രീയെ, അതായത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ചെയ്യുന്നത് പോലെ അവരെ വിളിക്കുക, അവരെ വിളിച്ച് തെളിയിക്കടി എന്ന് പറയുക വേണ്ടത്. അതല്ലേ ചെയ്യേണ്ടത്. പിന്നെ നിയമപരമായിട്ട് പോകണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിൽ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് നിയമപരമായിട്ട് പോകണം, നല്ല രീതിയിൽ കേസ് നടത്തുക തന്നെ വേണമായിരുന്നു. പിന്നെ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും പിന്നെ ഇതൊക്കെ പൊതുജനങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ഇടയിൽ വന്ന സാധനങ്ങൾ, നിങ്ങളുടെ കൂട്ടുകാർ, ഇതൊക്കെ ആരാണ്? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചന്ദനം ചാരിക്കഴിഞ്ഞാൽ ചന്ദനം മണക്കും, ചാണകം ചാരിക്കഴിഞ്ഞാൽ ചാണകം മണക്കും, റബ്ബർ പാല് ചാരിക്കഴിഞ്ഞാൽ റബ്ബർ മണക്കും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ചാരിക്കഴിഞ്ഞാൽ തെങ്ങ് മണക്കും. ഇങ്ങനെ ഒരു ചൊല്ലുണ്ടായിരുന്നു. 3-4 ചൊല്ലി ഞാൻ തന്നെ കൂട്ടിയതാട്ടാ. ഇതെല്ലാ ചൊല്ലൊന്നും ഇതിൻ്റെ അകത്തില്ല. ഫേക്ക് അലിഗേഷൻസ് വെക്കും. ഞാൻ നിങ്ങളോട് ചലഞ്ച് ചെയ്യുന്നു, നിങ്ങൾ ആര് വേണമെങ്കിലും എന്നെ ചോദ്യം ചെയ്ത മനുഷ്യരോടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആര് വേണമെങ്കിലും എന്റെ അടുത്ത് വന്നോളൂ. എന്റെ വീട് കൗടിയാർ ഗോൾഫിൻസ് റോഡിന്റെ അവിടെയാണ്, PPD ഫ്ലാറ്റിന്റെ പുറകിലാണ് ഞാൻ താമസിക്കുന്നത്. നിങ്ങൾ അവിടെ വന്ന് ആരോട് ചോദിച്ചാലും എന്റെ അപ്പാർട്ട്മെന്റ് കാണിച്ചു തരും. നിങ്ങൾക്കറിയോ, ഈ സജന ലാസ്റ്റ് വീക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിനകത്ത് പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവര് 9 ആഴ്ച പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റാണ്. അത് അവരുടെ ഫോണിനകത്തുള്ള അവരുടെ പേഴ്സണൽ ഫോട്ടോ ആണ്. നമുക്കറിയാം അവരുടെ പേഴ്സണൽ ഫോട്ടോ, അവര് ഫോട്ടോ കാട്ടി തന്നിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഫോട്ടോ അവരുടെ എഡിറ്റിംഗ് രീതിയാണ്, അവരുടെ എഡിറ്റിംഗ് സ്റ്റൈൽ, അവരുടെ മുന്നോട്ടുള്ള വീഡിയോകള്, റീൽസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവർ തന്നെയാണ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവര് ഫെബ്രുവരി 18-ാം തീയതി ഇടുന്ന അവരൊരു പോസ്റ്റ് ആദ്യമായിട്ട് ഇട്ടു. അതിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രഗ്നൻസി കിറ്റിന്റെ ഒരു ഫോട്ടോ ആയിരുന്നു അവരിട്ടിരുന്നത്. അതില് പോസിറ്റീവ് കാണിച്ചത് റസൽ പൂക്കുറ്റിയുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡായിരുന്നു. അത് അയാളെ ആദ്യത്തെ സമയം ഭീഷണിപ്പെടുത്താൻ വേണ്ടി അവള് ഉപയോഗിച്ച വെപ്പനായിരുന്നു. കുറച്ചു നേരം അത് സ്റ്റോറിയിൽ. അല്ല, നിങ്ങൾ വേറെ ഒന്നും അറിഞ്ഞിട്ടില്ലേ? ഇതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ഒരു സംഭവം നടന്നിനി. അതായത് ഒരിക്കൽ 2 വട്ടം കയറ്റ കളിയുകയും ചെയ്തിനി. അപ്പോഴും നിങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ലേ? അങ്ങനെയും ചെയ്തിട്ടുണ്ട്, സമൂഹ മാധ്യമങ്ങളിലുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് അത് ഡിലീറ്റ് ആയി പോയി. ആ സ്റ്റോറി കണ്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമുക്ക്. 2ാമത്തെ ദിവസം ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 28-ാം തീയതി അവളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റില് ഇവർ രണ്ടുപേരുടെയും കൂടെ ഉള്ള ഒരു ഫോട്ടോ ഇട്ടിരുന്നു. റസൂൽ പൂക്കുറ്റിയും സജനയും ആയിട്ടുള്ള ഫോട്ടോ ഇട്ടു. ആ ഫോട്ടോയില് ഇത് ക്യാപ്ഷൻ വിവാഹിതരാവാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. അന്ന് നീലക്കുയിൽ പോലുള്ള ഓൺലൈൻ ചാനൽസുകൾ ആ പോസ്റ്റർ ഇട്ടിട്ട് അവര് ഡിലീറ്റ് ചെയ്തു. അവരടുത്ത് അന്വേഷിച്ചപ്പോ പറഞ്ഞത് അവരിത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു, അവർ തന്നെയാണ് ഇടാനും പറഞ്ഞിരുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്
കഴിഞ്ഞതിന് ശേഷം ആ പോസ്റ്റ് ഡിലീറ്റ് ആയിട്ട് ഒരു ലൈവ് വന്നു സജന. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ കണ്ടുള്ള ഒരു ലൈവ് ആയിരുന്നു. ആ ലൈവിൽ റസൂൽ പൂക്കുട്ടിയുടെ കയ്യെ പിടിച്ച് വലിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ പറയണം പൊതുസമൂഹത്തിനോട് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ പോണെന്ന് എന്നൊക്കെ പറഞ്ഞ അയാളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ലൈവ് ആയിരുന്നു. ആ സാധനം ഒരു 2 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞപ്പോ കട്ടായി. അത് ഓൺലൈൻകാരുടെ കയ്യിലൊന്നും കിട്ടിയില്ല, ആരുടെയും കയ്യിലത് കിട്ടിയില്ല. അത് കണ്ടവർ മാത്രം 1-2 പേരുണ്ട്. അവരെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അവരുടെ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് തരാം. ഞാൻ 3 മാസം മുമ്പ് എന്നെ ടെൻഷനെടുപ്പിച്ച് അത് വെച്ചിട്ട് എന്നെ ബാർഗെയിൻ ചെയ്ത് എനിക്ക് 3 കോടി രൂപ അതെ എന്റെ ഭാര്യയും മക്കളെ എങ്ങനെ അണ്ടർസ്റ്റുഡ് ആയി, അതൊക്കെ മനസ്സിലായി. പിന്നെ ഈ പുള്ളി എന്നും നിർബന്ധമായിട്ട് എനിക്ക് അതായത് ഞാൻ ഇവിടെ ഇത്രയും വിഷയം ഉണ്ടാക്കി എന്റെ കുടുംബം പ്രശ്നമാക്കി. ഇത് അതിനോട് നല്ല കാര്യമായിട്ട് പറഞ്ഞത് ഇവളിപ്പോ മെസ്സേജ് പിന്നെ ഇവളിപ്പോ പ്രൂവ് ചെയ്യാൻ കാണിച്ച പരിപാടി പറഞ്ഞാൽ ഞാൻ അവർക്ക് മൾട്ടിപ്പിൾ ആൾക്കാരായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഈ സമയം ഒരു സുഹൃത്തുക്കളെ കൂടുതൽ സെറ്റിൽ ചെയ്ത സമയം ഞാൻ പറഞ്ഞു ഞാൻ കളഞ്ഞു പോകുന്നു അനുസരിച്ചുണ്ട്. ഞാൻ പോകത്തില്ല വന്നു. ഇപ്പൊ ഇതൊരു സിറ്റുവേഷൻ എത്തിയിരിക്കുകയാണ്. ഇത് നമുക്ക് ഒന്നിനും പോകാൻ പറ്റത്തില്ല, നിർത്താം. ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ഒരു ത്രെട്ടില് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതെ ഞാൻ അതാണ് ചെയ്യുന്നത്. അതാണ് ചെയ്യാൻ മനസ്സിലാണ് ഞാനിപ്പോ. പിന്നെ പക്ഷെ അതിനെ ഇയാള് ചോദ്യം ഡിമാൻഡ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അതിനവൾ ഡിമാൻഡ് ചെയ്യുന്നത് പണമാണ്. സെറ്റിൽ ചെയ്യാൻ മാത്രമേ നടക്കുള്ളൂ. 3 കോടി രൂപ എന്റെ എനിക്ക് തോന്നുന്നു. ഞാൻ ആകെ അവൾക്ക് എന്റെ അക്കൗണ്ടിൽ നിന്ന് 40 lakhs 39% പൈസ കൊടുത്തിട്ടുണ്ട്. So far from 23 September onwards I have paid her almost 40 lakhs. അത് കൂടാതെ ഡയമണ്ട് റിങ്, മോതിരം, വാച്ച് പൂക്കുറ്റി അണ്ണാ, നിങ്ങള് പൂക്കുറ്റി തന്നെയാണ്. എന്റെ ഭഗവാനെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേരുടെ ഒരു അവസ്ഥ നോക്കണ നിങ്ങള്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇട എന്തിനാണോ തനിക്കൊക്കെ പോയിട്ട് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെയായിരുന്നു. ഇതുപോലൊരു അവസ്ഥ ശത്രുക്കൾക്ക് പോലും വരുത്തരുത് ഭഗവാനെ. ഇങ്ങനെയുണ്ട മനുഷ്യന്മാരായിരുന്നു. 3 കോടി ഉറുപ്പ്യ ഇയാള് പേടിച്ച് തൂറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നടന്നത്. ഇപ്പോഴാകമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാറി കുത്തുവാളി എടുത്തിട്ട് എന്താ പറയേണ്ടത്, ഈ പൂക്കുറ്റിയാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇയാളെ ഇയാളെന്തൊരു മനുഷ്യനാന്ന് ആലോചിക്കുന്നത്. എന്നിട്ട് ഇയാൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ പറയുന്നത് എന്താ, അയ്യോ പൂക്കുറ്റിയാണ്ണം വിളിക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. എടാ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത് ദിയാസാനിയോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു സാമൂഹ്യ പ്രവർത്തകയാണെങ്കിൽ അപ്പോൾ തന്നെ തുപ്പി ആട്ടുകയല്ലേ വേണ്ട ഇവന് അതല്ലേ വേണ്ടത്? ഇവനെ ഓടിക്കുമല്ലേ വേണ്ടതാണ് നിങ്ങൾ? നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മനുഷ്യനൊരു കാണാൻ ജീവിതത്തിൽ അത് കഴിഞ്ഞ 10-20 ലക്ഷം രൂപ ഇവിടെ എന്നോട് ചോദിച്ചു. ഭയങ്കര കളി കളിച്ചിട്ടുണ്ട്. കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ പ്രൊട്ടക്ഷൻ എന്ത് സംഭവിച്ചാലും ഉപയോഗിക്കത്തില്ല. എന്നൊരു കള്ളം പറഞ്ഞിട്ട് ഇവളിപ്പം ഇപ്പോൾ വളരെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് കാര്യങ്ങൾ കൊണ്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് അതൊരു പേടിയുണ്ട്. ഞാൻ അടുത്ത മാസം നെക്സ്റ്റ് മന്ത് എല്ലാം പ്രശ്നമാകുമോ എന്നൊരു പേടിയുണ്ട്. എന്റെ വൈഫിന് തീരെ സുഖമില്ലാതായി. ഇതെല്ലാം ആയി. ഇന്നലെ സ്കാനിങ് ചെയ്തപ്പം ബ്രെയിനിന് കംപ്രഷൻ ആയിട്ടുണ്ട്. അത് സീരിയസ് ആണ്. എടാ നിന്റെ വൈഫിന് ഇത് പ്രശ്നമായത് തന്നെ എന്ന് പറഞ്ഞാൽ നിന്റെ സ്വഭാവം കൊണ്ടാണ്. അവരെ ഇത് ചിന്തിച്ചിട്ട് അവർക്ക് എന്നാ പറയേണ്ടത്, അത് അവർക്ക് ഭയങ്കര പ്രശ്നമായിട്ടുണ്ടാവും അവിടെ. അങ്ങനെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവില് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതും അയാൾ കോംപ്രമൈസ് ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്യാന്ന് പറഞ്ഞാണോ പൈസ കൊടുക്കാന്ന് പറഞ്ഞാണോ എന്താണെന്ന് അറിഞ്ഞൂടെ അയാൾ അതിന് ഇതാക്കി കളഞ്ഞു. കാരണം ഇവര് ഇതെടുത്ത് രണ്ടാമത്തതിന് അവരെങ്കിൽ പിന്നെ പൊന്നെ ചക്കരെ പാല ആവുകയാണ്. ഇവർക്ക് ഇങ്ങനെ ട്രിഗറിങ് വരുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ അപ്പൊ റസൂൽ പൂക്കുറ്റിയുടെ എന്തെങ്കിലും സാധനത്തിനെ പബ്ലിഷ് ചെയ്യും. അവൾ പൊതുവെ ചെയ്തോണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ്. അവൾക്ക് ആരോടെങ്കിലും ഒരു ദേഷ്യം ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവർ മോശക്കാരാണെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും രീതിയിൽ കൊടുക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ അവൾ ചെയ്യുമായിരുന്നു. അപ്പൊ ഈ പോസ്റ്ററിലാണ്
ഞങ്ങൾ അവളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതായത് നീ എന്തിനിങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവള് ബോംബെയിലാണുള്ളത്. ബോംബെയിൽ വെച്ച് റസൂൽ പൂക്കുട്ടിയുടെ ഫ്ലാറ്റിൽ നിന്ന് സ്റ്റുഡിയോയിൽ നിന്ന് ഇവള് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇവള് റസൂൽ പൂക്കുട്ടിയുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നു, അതിൽപ്പെട്ട സ്ത്രീകളെയൊക്കെ വിളിച്ച് തെറി വിളിക്കുന്നു. അയാൾ ഭയങ്കര പാനിക് ആവുന്നു. അയാൾ ഞങ്ങളുടെ അടുത്ത് കരഞ്ഞ് നില വിളിച്ചോണ്ട് വന്നിട്ട് അയാള് വന്ന് സംസാരിക്കുന്നു, എങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്ന് സോൾവ് ചെയ്ത് തരണം. ഒന്നാമത്തെ കാര്യം, ഞങ്ങളെന്ന് ഞാൻ പറയുന്നത് ഈ സജ്നനെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുള്ള ഒരാളല്ല, ഏകദേശം ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ഏകദേശം 8, 9, 10ഓളം ആളുകള്. ഓക്കെ, ഇതിന്റെ രണ്ടാം ഭാഗം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പൊ ഞാൻ പറയുന്നത് 8-10ഓളം ആൾക്കാർ ചേർന്നിട്ട് സജിനെ നന്നാക്കാൻ പോകുന്നതിന് പകരം നിങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ ഇതുണ്ടെങ്കിൽ സമൂഹത്തിലേക്ക് ഇറ്റിങ്ങളെങ്കിൽ ബലിച്ചിട്ട് എറിയല്ലേ വേണ്ടത്. ആ സ്ത്രീ ആർന്ന് പാവാർന്ന്, ആ സ്ത്രീ രോഗിയാകാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ആണെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങളെല്ലാവരുമാണ്. അതെന്ന് വെച്ച് ഞങ്ങൾ ഈ പൂക്കുറ്റീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒരു രക്ഷാ കവചമായിട്ട് അങ്ങ് ഒരുങ്ങി. അതാണ് ഉണ്ടായത്. ഇത്രയും കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായത്. ഏതായാലും നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ MDMA അടിച്ചു വന്നോ അല്ലെങ്കിൽ വേറെ ഒന്നും ആരും പറയുന്നില്ല. നിങ്ങളുടെ കൂട്ടുകാരികൾ ഒന്ന് വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള സത്യങ്ങളാ ഏത് തെറ്റാണെങ്കിൽ എല്ലാവരും എടുത്തിട്ട് അങ്ങ് അലക്കുവാണെന്ന്. അതുകൊണ്ട് പറയുകയാണ്, ഇതിൽ നിങ്ങളുടെ മുഖഭാവം കാണുമ്പോഴേ, അതായത് ഇല്ലാത്ത കാര്യം പറയുമ്പോഴാണ് നിങ്ങൾക്ക് സങ്കടം വരിക. ശരിയാണ്, ഒരു മനുഷ്യൻ തകർന്നു പോകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ്. പക്ഷെ നിങ്ങൾ തകർന്നിട്ടുണ്ട്, ശരിയാണ്. അത് തെളിയിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അത്രയേ പറയാനുള്ളൂ. ഏതായാലും ഇതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് വരും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നതാണ്.